ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ്, ഒരു ഈവനിങ് വ്ളോഗ്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ എനിക്ക് പെട്ടെന്നായിരുന്നു വൈകുന്നേരം ആയപ്പോൾ ഒന്ന് അമ്പലത്തിൽ പോകാമെന്ന് തോന്നിയത്. അമ്മയെ വിളിച്ചപ്പോൾ ആണെങ്കിൽ അമ്മക്ക് കുറച്ച് പണിത്തിരക്ക് ഉണ്ട്, വരുന്നില്ല പറഞ്ഞു. പിന്നെ നോക്കുമ്പോൾ അപ്പുറത്തെ ഇളയമയുണ്ട്. അങ്ങനെ ഇളയമേനെയും ബുക്ക് ചെയ്തിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട്. ഞാനും മോളും ഇളയമയും കൂടിയിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള പൊക്കിയാർത്ത് അമ്പലത്തിലേക്കാണ് പോയത്. ഇപ്പോൾ കുറച്ചായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട്. ഇപ്പം വന്ന ദിവസമാണെങ്കിൽ വെള്ളിയാഴ്ച ദിവസം. അപ്പോൾ കാക്കവിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു അമ്പലം കാണാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ തൊഴുത് പ്രാർത്ഥിച്ച ശേഷം കുറച്ച് സമയം അവിടെ തന്നെ ഇരുന്നു. കാരണം മൈൻഡൊക്കെ നല്ല റീഫ്രഷ് ആവുന്നുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നി, നല്ലൊരു പോസിറ്റീവ് ഫീൽ ആയിരുന്നു അവിടെ ഇരിക്കുമ്പോൾ. പിന്നെ നമ്മൾ ഇറങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് തൊട്ടടുത്തുള്ള മുത്തപ്പൻ കാവിൽ ഉത്സവമാണ്, അവിടത്തേക്ക് കൂടി പോകാൻ വേണ്ടിയിട്ട്. മോളെ കൂട്ടുന്നില്ല, രാത്രിയല്ലേ. അപ്പോൾ മോളെ ഫീഡൊക്കെ ചെയ്ത് ഉറക്കിയിട്ടാണ് നേരെ കാവിലേക്ക് പോകുന്നത്. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോവുകയെന്ന്, ഇന്ന് ഫുഡും കൂടി കൊടുക്കുന്ന ദിവസമായതുകൊണ്ട് നല്ല തിരക്കുണ്ടാവുമെന്ന്. ഇപ്പം എന്താ, പോകുന്ന വഴിക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അത് ആൾക്കാർക്ക് കൂടുതൽ സൗകര്യമായി. കാരണം ഇരുട്ടിൽ അങ്ങനെ പോകേണ്ട ആവശ്യമില്ലല്ലോ, നല്ല വെളിച്ചമുണ്ട് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ, സാധാരണ രാത്രിയല്ല കേട്ടോ കാവിൽ ഫുഡ് ഉണ്ടാവുന്നത്, എപ്പോഴും ഉച്ച സമയത്താണ് ഉണ്ടാവല്. പക്ഷേ ഇപ്പോഴത്തെ ഉയർന്ന ചൂട് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് ആർക്കും ഈ നട്ടുച്ചയ്ക്ക് ഇങ്ങനെ വെയിലത്ത് നിന്നിട്ട് ഫുഡ് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 വർഷമായിട്ട് രാത്രിയാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പം ജോലിക്ക് പോയവർക്കൊക്കെ പങ്കെടുക്കുകയും ചെയ്യാമല്ലോ. 3 ക്യൂ ആയിട്ടാണ് ഉണ്ടായത്. 2 ക്യൂ മുത്തപ്പനെ കാണാൻ വേണ്ടിയിട്ടും 1 ക്യൂ ഫുഡ് കഴിക്കാനും. നമ്മൾ ആദ്യം മുത്തപ്പനെ കാണാനുള്ള ക്യൂവിന് നിൽക്കാൻ എഴുതിയെങ്കിലും ക്യൂ പതിയെയാണ് പോകുന്നത്. അപ്പോൾ ആ ടൈം കൊണ്ട് നമ്മൾ എഴുതി ഫുഡിൻ്റെ ക്യൂ പെട്ടെന്ന് പോകുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഫുഡ് കഴിച്ച് വന്നിട്ട് നമുക്ക് മുത്തപ്പനെ കാണാൻ നിൽക്കാമെന്ന് കരുതിയിട്ട് നേരെ ഫുഡ് കഴിക്കാനുള്ള ക്യൂവിലേക്ക് വന്നു. അത് പെട്ടെന്ന് എത്തിയിട്ടുണ്ടായിരുന്നു. ഫുഡ് ഉണ്ടായത് ചോറും സാമ്പാറും നാരങ്ങക്കറി, ക്യാബേജ് വറവ്, പിന്നെ അരിപ്പായസവും കൂട്ടുകറിയാണ് ഉണ്ടായത്. അപ്പോൾ ഇതാ നല്ല സൗകര്യമാണ് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വലിയ റഷും കാര്യങ്ങളൊന്നും ആയിട്ട് കഴിക്കേണ്ട, നല്ല സൗകര്യമായിട്ട് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായത്. പിന്നെ നമ്മൾ ഫുഡും കൂടി കഴിച്ച് വന്നിട്ട് മുത്തപ്പനെ കാണാനുള്ള ക്യൂവിൽ നിന്ന്. പക്ഷേ ഒരു 3/4 മണിക്കൂർ നിന്നിട്ടുണ്ടെങ്കിലും ക്യൂ ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്നതുകൊണ്ട് തൊട്ടടുത്ത ദിവസം എന്തായാലും തിരുവപ്പനി ഉണ്ട് പുലർച്ചയ്ക്ക്. അപ്പോൾ തിരുവപ്പനിയും മുത്തപ്പനെയും കൂടി ഒരുമിച്ച് കാണാമല്ലോ. വെറുതെ ഇന്ന് ബുദ്ധിമുട്ട് ക്യൂ നിൽക്കണം. എന്തായാലും എത്തുമ്പോൾ ലേറ്റ് ആവും. പിന്നെ ഇളയമക്ക് പിറ്റേന്ന് ജോലിക്ക് കൂടി പോകേണ്ടതാണ്. അതുകൊണ്ട് പിന്നെ നമ്മൾ നടന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഈ ഒരു തണുത്ത കാറ്റൊക്കെ കൊണ്ട് കിടക്കാൻ നല്ല രസമല്ലേ. കുറേ ഇങ്ങനെയൊക്കെ നടന്നിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വർത്തമാനമായിട്ട് നടക്കുകയെന്ന്. അങ്ങനെ നമ്മളെ വീട്ടിലെത്തി. ഇളയമ്മ അപ്പുറത്തെ വീട്ടിൽ പോയി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു, ബൈ.